അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. രാത്രി ഏറെയായിട്ടും തൻ്റെ ഭാര്യ ഷക്കീലയെ കാണുന്നില്ല. അറബി ഒരു നിമിഷം വിചാരിച്ചു, ഇവരിത് എവിടെ പോയി കിടക്കുകയാണ്? സമയം ഇത്രയായിട്ടും അവളെ കാണുന്നില്ലല്ലോ. കൂട്ടുകാരിയെ കാണണമെന്ന് പറഞ്ഞാണല്ലോ പോയത്. ആ നിമിഷം തന്നെ അതാ അറബി വിളിക്കുന്നു ഷക്കീലയുടെ ഫോണിലേക്ക്. ഹലോ അർബ, ഇതാ ഞങ്ങൾ ഇപ്പോൾ വരാട്ടോ. അത് അജ്മൽ പറഞ്ഞു, കുറച്ചും കൂടി നമുക്ക് ഇവിടെ ലേറ്റായി, നമുക്ക് ഇവിടേക്ക് ഒന്ന് ഇരിക്കാം. അതല്ലേ, എപ്പോഴും ഇല്ലല്ലോ, വല്ലപ്പോഴൊക്കെയല്ലേ വരുള്ളൂ. അപ്പോൾ ഒന്നും കൂടെ എൻജോയ്മെൻറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം എന്ന് അജ്മൽ പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ? ഒരു നിമിഷം അറബി ഞെട്ടിപ്പോയി. ഷക്കീല, നീ എന്ത് അസംബന്ധമാണ് ഈ പറയുന്നത്? അതെ, എന്ത് ചെയ്യാൻ, അവനിപ്പോൾ എൻ്റെ കൂടെയുള്ള യാത്ര ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട്. അർബാവ്, നിങ്ങൾ ക്ഷമിക്കൂ, നിങ്ങൾ കിടന്നോളൂ, അപ്പോഴേക്കൊക്കെ ഞങ്ങൾ എത്തും. എന്നാൽ ഈ സമയം ഇതാ അജ്മൽ അറബിച്ചിയോട് പറയുകയാണ്, അതെ മാഡം, വീട്ടിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ടല്ലോ. അർബാവ് എന്ത് വിചാരിക്കും? നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ടൂറാണ് വിചാരിച്ചതെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. അജ്മൽ, എന്താ ഇങ്ങനെ? എൻ്റെ ഫ്രണ്ട്സുകളെ കണ്ടോ, ഇപ്പോഴും പോയിട്ടില്ല. നിനക്ക് മാത്രം എന്താ ഇത്ര ധൃതി? അവരുടെ ഡ്രൈവർമാരെ കണ്ടില്ലേ, എത്രമാത്രം സഹകരിക്കുന്നുണ്ട്. പെട്ടുപോയി എന്ന് തന്നെ പറയാം. അജ്മലിനെ അറബിച്ചിയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. അത് എനിക്ക് എന്താ നിനക്ക് ഇത്ര അർജൻറ്റ്? അവിടെ എന്തെങ്കിലും ജോലിയുണ്ടോ? ഒന്നുമില്ലല്ലോ, എല്ലാത്തിൽ നിന്നും നീ മോചിതനായല്ലോ. പിന്നെ ഹംദ, അവളുടെ കാര്യം ഇനി നീ നോക്കുകയും വേണ്ട. അവളുടെ കാര്യം അവളുടെ ഭർത്താവ് നോക്കും. പിന്നെന്താ എൻ്റെ കൂടെ നിനക്ക്? പിന്നെ ഈ അറബ് രാജ്യത്തെക്കുറിച്ച് നിനക്ക് അറിയുന്നതല്ലേ അജ്മൽ? ഇവിടെയുള്ള എല്ലാവരും പുറത്തിറങ്ങുന്ന സമയം നൈറ്റിലാണ്. അതായത് തിരിച്ചെത്തുമ്പോഴേക്കും 1 മണി, 2 മണി, 3 മണി അങ്ങനെ അങ്ങ് ആയിപ്പോകും. പകലല്ലല്ലോ ഇവിടെ ഇറങ്ങാൻ പറ്റുക. ഇവിടെ ഈ ഒരു സിറ്റുവേഷനല്ലേ, ഇവിടുത്തെ കാലാവസ്ഥയും കാര്യങ്ങളും അനുസരിച്ച് നോക്കുകയാണെങ്കിലും രാത്രി ടൈമിനല്ലേ എല്ലാത്തിനും ബെസ്റ്റ്. പിന്നെന്താ ഇത്രയധികം ധൃതി? അജ്മലിനോട് സ്നേഹപൂർവ്വം അതാ അവർ പറയുന്നു. എന്നാൽ അജ്മലിനെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായി. റബ്ബേ, എന്താ ഇത്? അജ്മൽ പ്ലീസ്, ഞങ്ങൾ അല്പം കൂടി. എന്നാൽ അറബി ഈ സമയം ദേഷ്യം പിടിച്ച് നിൽക്കുകയായിരുന്നു. അതെ അജ്മൽ അവളെയും കൊണ്ട് എങ്ങോട്ട് കറങ്ങുന്നു? ഛേ, അവൻ ഇത്തരക്കാരനാണോ? ഇതുവരെ എൻ്റെ മകളുടെ ഇപ്പോഴിതാ അവൾ ഷക്കീലയുടെ എന്താ പറഞ്ഞത്? അല്പസമയം കൂടെ നമുക്ക് ഇവിടെ നിൽക്കാം എന്നുമില്ലല്ലോ എന്നൊക്കെ. ഛേ, അറബിക്ക് ദേഷ്യം വന്നുകൊണ്ടേയിരുന്നു. എന്നാൽ ദേഷ്യം സഹിക്കവയ്യാതെ അറബി നേരെ അജ്മലിനെ വിളിക്കുകയാണ്. അജ്മലിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നു. എന്നാൽ അറബിച്ച് ഇതറിയുന്നില്ല. പെട്ടെന്ന് ഫോൺ എടുത്തു. അജ്മൽ, നിങ്ങൾ എവിടെയാണ്? നിങ്ങൾക്കെന്താ വരാൻ സമയമായിട്ടില്ലേ? പെട്ടെന്ന് അറബിയുടെ ദേഷ്യമാർന്ന ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ അജ്മൽ പറഞ്ഞു, അർബാ, നിങ്ങളുടെ ഭാര്യയോടൊന്ന് വിളിച്ച് പറയണം. ഒരുപാട് സമയമായി ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ ഭാര്യയുടെ സല്ലാപം ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഞാൻ എന്ത് ചെയ്യാനാ? അവരെ ഉപേക്ഷിച്ച് ഞാൻ വരണമെങ്കിൽ വരാം. പക്ഷേ പെട്ടെന്ന് അറബിക്ക് കാര്യം മനസ്സിലായി. ഷക്കീല വീണ്ടും എന്നെ ചതിച്ചിരിക്കുന്നു. അതെ, അവൾ വെറും കളവ് മാത്രമാണ് പറഞ്ഞത്. അന്ന് പറഞ്ഞതുപോലെ അവൾ പറയുമ്പോഴേക്കും വിശ്വസിക്കാൻ ഞാനൊരു വിഡ്ഢി കൂടിയായി മാറി. ഛേ അജ്മൽ, പിന്നെ നിനക്ക് വരാൻ പറ്റുമെങ്കിൽ വരാം, അതായിരിക്കും നല്ലത്. അവൾ അവിടെ നിൽക്കട്ടെ. ശരിക്കും അതാ അവന് വല്ലാത്തൊരു വാണിംഗ് ആയിരുന്നു അത്. പെട്ടെന്ന് അജ്മൽ വാഹനത്തിൽ കയറി ഒരിക്കൽ കൂടി അറബിച്ചിയെ നോക്കി. ഇല്ല, വരുന്നില്ല. വളരെയധികം എൻജോയ്മെൻറ്റിൽ മുഴുകി നിൽക്കുകയാണ്. പെട്ടെന്ന് വാഹനം ഒന്ന് ഹോണടിച്ചു. എന്നിട്ട് ഒരു സിഗ്നൽ കൊടുത്തു. അത്ര തന്നെ. അജ്മൽ വണ്ടി തിരിക്കാൻ നോക്കി. എടി, നിന്റെ ആ സുന്ദരനായ ഡ്രൈവർ അതാ പോകുന്നു. പെട്ടെന്ന് അതാ ഷക്കീല തിരിഞ്ഞു നോക്കി. ഓ അല്ലാ, എന്ത് ഇവരെന്തിൻ്റെ കേടാ? നേരെ അവൾ വാഹനത്തിനടുത്തേക്ക്. അജ്മൽ, നീ എന്താ ഇങ്ങനെ? മര്യാദകേട് കാണിക്കുന്നോ? പിന്നെ മറക്കരുത്, നീ ഇവിടുത്തെ ജോലിക്കാരൻ മാത്രമാണ്, അല്ലാതെ ഇവിടുത്തെ എൻ്റെ ഭർത്താവോ അല്ലെങ്കിൽ എൻ്റെ പിതാവോ എൻ്റെ മകനോ അല്ല. അത് നീ ഓർക്കണം. നിനക്കിവിടെ ജോലിക്കാരൻ്റെ റോളാണുള്ളത്, അല്ലാതെ ഒരിക്കൽ പോലും ഞങ്ങളെ ഭരിക്കാനുള്ളതല്ല. മേഡം, അർബ വിളിച്ചു, എന്നെ വിളിച്ച് ചീത്ത പറയുന്നുണ്ട്. ഓ,
അങ്ങനെ ഫ്രണ്ട്സ്, അതെ നമുക്ക് പിന്നെ കാണാട്ടോ, കിളവൻ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അവരെല്ലാവരും കൂട്ടച്ചിരിയായിരുന്നു മുഴക്കിയത്. അയ്യേ, നിന്റെ ഒരു കാര്യം, കിളവനെ കല്യാണം കഴിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഞങ്ങൾ കല്യാണം കഴിക്കാതെ എൻജോയ്മെന്റിലൂടെ നടക്കുന്നു, പിന്നെ ചെറുപ്പക്കാരായ യുവാക്കളെ കല്യാണം കഴിക്കുന്നു. അല്ലാതെ കിളവന്മാരെ കല്യാണം കഴിച്ചാലേ യാതൊരു എൻജോയ്മെന്റിനും അവർ സമ്മതിക്കൂല. അവളുടെ കൂട്ടുകാരെല്ലാം കളിയാക്കി ചിരിക്കുന്നത് അത് ഷക്കീലക്ക് തീരെ പറ്റിയില്ല. അതെ, കിളവനെ കല്യാണം കഴിച്ചാലും നിങ്ങളെക്കാളും സ്വത്ത് എനിക്കാണ്, അത് മറക്കണ്ട. അത് കേട്ടപ്പോഴും അവർ ചിരിച്ചു. സ്വത്തുമായി അവളങ്ങ് നടക്കട്ടെ. ഷക്കീല അല്പം ദേഷ്യത്തോടു കൂടി തന്നെ വാഹനത്തിൽ കയറിയിരുന്നു. മൂഖമായി ഒന്നും മിണ്ടിയില്ല. അതെ, അജ്മൽ വണ്ടിയെടുത്തു. അജ്മൽ, നിനക്കെന്താ ഇത്ര ധൃതി? മേഡം, നിങ്ങൾ എന്തേ പറയുന്നത്? അർബാവ് എന്നെ വിളിച്ചാണ് ചീത്ത പറയുന്നത്. എനിക്ക് നിങ്ങളുടെ കീഴിൽ ഞാൻ നിൽക്കുകയാണെങ്കിൽ എനിക്ക് അതിൻ്റേതായ... അജ്മൽ, ഞാൻ പറഞ്ഞല്ലോ, അർബാവ് എന്ത് പറഞ്ഞാലും ഞാനാണ് നിന്നെ കൊണ്ടുവന്നത്. നീ എൻ്റെ വേലക്കാരനാണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന സ്ഥലത്ത് നീ നിർത്തണം, ഞാൻ പറയുന്നത് ചെയ്യണം. എന്താ നിനക്ക് പറ്റില്ലേ? അജ്മൽ ഒന്നും മിണ്ടിയില്ല. ഒരിക്കൽ പോലും അടിമത്വം അതെനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അതെ, ഒരാളെ ഹെൽപ്പ് ചെയ്യാം, ഒരാൾ എന്ത് വേണമെങ്കിൽ ചെയ്തു കൊടുക്കുക, അങ്ങനെ ചെയ്യാം. പക്ഷേ അടിമത്തത്തിലൂടെ ജീവിക്കുന്നത് അത് അജ്മൽ ഒരിക്കലും ഇഷ്ടപ്പെടാത്തതാണ്. അവൻ കാര്യമായി ഒന്നും മിണ്ടിയില്ല. ഒരു പക്ഷേ വായിൽ നിന്ന് എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ തന്നെ പിന്നീട് അത് അറബിയോട് എടുത്തു പറയും. അതുകൊണ്ട് തന്നെ അവൻ മൗനം പാലിച്ചു. എങ്കിൽ തന്നെ എന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്തോ, അതുമൊന്നും എനിക്കറിയില്ല. അങ്ങനെയതാ അറബിയുടെ കൊട്ടാരത്തിലേക്ക് രാത്രി അജ്മൽ ആ വണ്ടി കയറ്റുന്നു. അതെ, പുറത്തു തന്നെ നിൽപ്പുണ്ടായിരുന്നു അറബി ദേഷ്യത്തോടെ. അദ്ദേഹത്തിൻ്റെ ചുവന്ന ആ കണ്ണുകൾ കണ്ടപ്പോൾ ശരിക്കും അജ്മലിനൊരു ഭയം തോന്നി. അതാ അറബിച്ചി വാഹനത്തിൽ നിന്നിറങ്ങി. ഷക്കീല, ആ ഒരു വിളിയിൽ അവർ ഒന്ന് നോക്കി. എന്താ, എവിടെയായിരുന്നു ഇത്രയും സമയം? അതെ, എനിക്ക് എൻ്റെ കൂട്ടുകാരികളെ കാണണം, അല്ലാതെ ഇവിടെ ഇതിനുള്ളിൽ ജയിലിൽ കിടക്കാൻ വന്നതല്ല ഞാൻ. അത് പറഞ്ഞ് ധിക്കരിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് കയറുകയാണ്. ഷക്കീല, സൂക്ഷിച്ച് സംസാരിക്കണം. നീ എന്തൊക്കെയാണ് പറഞ്ഞത്? നീ പറഞ്ഞത് മുഴുവൻ... അതെ, അത് ശരി തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അജ്മലിനോട് ചോദിക്കാം. നേരെ അതാ അവൾ അകത്തേക്ക് കയറിപ്പോയി. അജ്മൽ റൂമിലേക്ക് പോകുവാൻ വേണ്ടി ഒരുങ്ങുകയായിരുന്നു. അർബ, എന്താണ് ഞാൻ കേട്ടതൊക്കെ? നീ അവളെ പിടിച്ചു വെച്ചെന്നോ? നീ എന്തൊക്കെയാണ് സംഭവിച്ചത്? അർബ, അള്ളാഹു എല്ലാം കാണുന്നുണ്ട്. ഒരിക്കൽ പോലും ഞാൻ അവരെ വെയിറ്റ് ചെയ്തു എന്നല്ലാതെ ഞാൻ അവിടെ നിൽക്കാൻ പറഞ്ഞതല്ല. ഞാൻ ഒരുപാട് ടൈം വെയിറ്റ് ചെയ്തതാണ് ഇപ്പോൾ വരുമെന്ന് കരുതി. പക്ഷേ അവരാണ് നിങ്ങളുടെ വാക്കെല്ലാം തെറ്റിച്ച് അങ്ങനെ ചെയ്തത്. അജ്മൽ, തൽക്കാലം നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കുകയായിരിക്കും ബുദ്ധി. കാരണം എൻ്റെ മകൾ അല്ലെങ്കിൽ ഭാര്യ രണ്ടുപേരും നിന്നിൽ ആകൃഷ്ടയാണ് എന്നുള്ള കാര്യം എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. എന്നാൽ അജ്മലിനത് കേട്ടപ്പോൾ വല്ലാത്ത വിഷമായി. അർബ, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഞാൻ ഒരിക്കൽ പോലും നിങ്ങളുടെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. അവരെന്തെങ്കിലും പറയുമ്പോൾ മാത്രം ഞാൻ റീപ്ലൈ കൊടുത്തു എന്നല്ലാതെ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു ഹംദയെ, അതെ, ഒത്തിരി, അവളെ മാത്രം. അറബിയുടെ മുഖത്ത് നോക്കി തന്നെ അജ്മൽ അത് ധൈര്യപൂർവ്വം പറഞ്ഞു. കാരണം പുറത്താക്കുകയാണെങ്കിലും പറയാനുള്ളത് പറയാലോ എന്ന് കരുതിയിട്ട്. അജ്മൽ, നീ ആരോടാണ് സംസാരിക്കുന്നതെന്നുള്ള ഓർമ്മ വേണം. നിനക്കെന്താ നില തെറ്റിപ്പോയോ? വെറും മലയാളി ചെക്കനായ നിനക്ക് ഒരു അറബി പെണ്ണിനെ വിവാഹം കഴിച്ചു തരണമെന്നാണ് നീ പറയുന്നതിൻ്റെ അർത്ഥം? അർബ, എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ അവളോടുള്ള ഇഷ്ടം ഇപ്പോഴുണ്ട്. എൻ്റെ മനസ്സിലേക്ക് ഒരു പെണ്ണ് കയറി വന്നിട്ടുണ്ടെങ്കിൽ അതവൾ മാത്രമാണ്. പെട്ടെന്ന് അറബി കൈ വീശിക്കൊണ്ട് അത് ശക്തമായി അജ്മലിൻ്റെ മുഖത്തേക്കടിക്കുന്നു. ഓ അജ്മൽ, നീ എന്ത് ചെറ്റത്തിലാടാ വിഡ്ഢി പറഞ്ഞത്? നിനക്ക് വേണ്ടി അർബ, മറക്കരുത്, ഒന്നും ഭ്രാന്തിയായി അലഞ്ഞു തിരയുന്ന നിങ്ങളുടെ മകളെ ശരിയായ രീതിയിലേക്ക് നയിച്ചത് എൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊണ്ടാണെന്ന് അർബ നിങ്ങൾ മറക്കാതിരുന്നാൽ മതി.
എന്നെ വേണമെങ്കിൽ തല്ലിക്കൊന്നോളൂ, പ്രശ്നമില്ല. പക്ഷേ എൻ്റെ നെഞ്ചത്ത്, എൻ്റെ നെഞ്ചിനുള്ളിൽ അവളുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾ ചെയ്യുന്നത് ഒരു വലിയ ചതിയാണ്. ആ ഒരു ചെറിയ പെൺകുട്ടിയെ നിങ്ങൾ വിവാഹം കഴിച്ച് കൊടുക്കുന്നത് പ്രായമായ ഒരു ഭാര്യയുള്ള ഒരു അറബിക്കാണ്. അത് നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ കുട്ടിയുടെ നല്ലൊരു ഭാവിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ചെയ്യരുത്, ചതി ചെയ്യരുത് ആ പെൺകുട്ടിയോട്. എനിക്ക് വേണമെന്ന് ഞാൻ പറയുന്നില്ല, എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ നിങ്ങൾ എനിക്ക് വിവാഹം കഴിച്ച് തരില്ല. ആയിക്കോട്ടെ, കുഴപ്പമില്ല, അതൊന്നും ഞാൻ പറയണില്ല. പക്ഷേ അയാൾക്ക് നിങ്ങൾ വിവാഹം കഴിച്ചു കൊടുക്കരുത്, എൻ്റെ അപേക്ഷയാണ്. ഞാൻ കാല് പിടിക്കാം, ഒന്ന് പോയടാ അവിടുന്ന് എന്ന് പറഞ്ഞ് അറബി അദ്ദേഹത്തിൻ്റെ കാലുകൊണ്ട് അതാ അജ്മലിനെ തട്ടിത്തെറിപ്പിക്കുന്നു ദേഷ്യത്തോട്. അവൻ പറയുന്നേ കേട്ടില്ലേ? നിനക്ക് എന്തിനാ എന്നിട്ട്? അവളെ കൊണ്ടുപോകാനല്ലേ? അജ്മൽ, എൻ്റെ മകൾ ഒരു മാനസിക രോഗിയാണ് എന്നുള്ള മുദ്ര കുത്തിക്കഴിഞ്ഞു. ഇനി അതിൽ ആര് കല്യാണം കഴിക്കാൻ അവളെ? അർബ, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എന്ത് വേണമെങ്കിൽ എന്നെ ചെയ്തോളി. പക്ഷേ അവളെ നിങ്ങൾ ഒഴിവാക്കരുത്, ഒരിക്കലും കൂരിരുട്ടിലാക്കരുത്, അവളെ റൂമിൽ പൂട്ടിയിടരുത്. എനിക്ക് സഹിക്കാൻ കഴിയില്ല. ഞാൻ അവളെ സംരക്ഷിച്ചോളാം. നിങ്ങൾക്ക് പറ്റില്ല എങ്കിൽ ഒന്ന് പോടാ അവിടുന്ന്. എന്നാൽ അത് കേട്ടുകൊണ്ട് അതാ ഷക്കീലയും വരുന്നു. ഓഹോ, ന്യായീകരണക്കാരൻ വന്നു അല്ലേ? അജ്മൽ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹംദിയുടെ ഒരു കാര്യം നീ സംസാരിക്കരുത് ഇവിടെ എന്ന്. നിനക്ക് വേണമെങ്കിൽ എൻ്റെ ഡ്രൈവറായിട്ട് ഇവിടെ തുടരാം, അല്ല എന്നുണ്ടെങ്കിൽ നീ ഇതിന് നിൽക്കണ്ട. ഒരിക്കൽ പോലും ഹംദിയെ നിനക്ക് കാണുവാൻ പോലും ഞാൻ സമ്മതം തരില്ല. എന്താ? അഥവാ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിനക്കെതിരെ കേസ് കൊടുക്കും. പിന്നെ അഴി എണ്ണേണ്ടി വരും. പിന്നെ ഇവിടുത്തെ അഴി നിൻ്റെ നാട്ടിലെ പോലെയല്ല, അതല്പം രൂക്ഷമായതായിരിക്കും. പിന്നെ ഇവിടുത്തെ ജയിലറുകളെന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്തതായിരിക്കും. കുമ്പിട്ട് നടക്കുന്ന രീതിയിലായിരിക്കും. അത്രക്കും അങ്ങനത്തെ ശിക്ഷയായിരിക്കും. നോക്കിക്കോ. അജ്മലിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഉമ്മയെക്കുറിച്ച് ഓർത്തു. ഉമ്മ, എൻ്റെ ഉമ്മ. ഉമ്മ പറഞ്ഞ ആ വാക്കുകൾ, മോനെ സൂക്ഷിക്കണം കേട്ടോ, അറബികളാണ്, അവർ സ്നേഹിച്ചു കൊല്ലും. ദേഷ്യപ്പെട്ടാലും തല പോട്ടോ മോനെ, എൻ്റെ പൊന്നുമോ സൂക്ഷിക്കണം കേട്ടോ. ഉമ്മയുടെ ആ ഒരു വാക്കുകൾ കണ്ണുനീർ തുള്ളികളായി അതാ അവൻ്റെ കണ്ണിലൂടെ ഒഴുകുന്നു. എൻ്റെ ഹംദയെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ. അർബ കരഞ്ഞുകൊണ്ട് അവൻ, ഹംദയെ ഞാനൊന്ന് കണ്ടോട്ടെ, ഞാൻ പോയിക്കോളാം, ഞാനിവിടെ നിൽക്കുന്നില്ല, അവസാനമായി ഒന്ന് ഞാൻ കണ്ടോട്ടെ. കണ്ണീരോടെ അവനത് പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ അറബി അവൻ്റെ നേരെ വന്നു. ഷക്കീല പറഞ്ഞു, ആഞ്ഞടിക്ക്, നല്ലോണം കൊടുക്ക്, ആട്ടിവിട്. അവൻ എന്തിൻ്റെ കേടാ ഇവിടെ വന്നിട്ട് അറബി കുട്ടിയെ പെണ്ണാലോചിക്കുന്നോ? അയ്യേ നാണക്കേടെ, ഇങ്ങനെ ആർക്കാ ധൈര്യം? അവൻ്റെ ധൈര്യം കണ്ടില്ലേ, കൊടുക്കങ്ങോട്ട് എന്ന് പറഞ്ഞ് അറബിയെ നല്ല രീതിയിൽ ഷക്കീല മൂപ്പിക്കുന്നു. അതെ, ഷക്കീലയുടെ ആ വാക്കിൽ അറബിയും അങ്ങ് മയങ്ങിപ്പോയി എന്ന് തോന്നുന്നു. അറിയില്ല. അജ്മൽ പറഞ്ഞു, എന്നെ നിങ്ങൾ തല്ലിക്കൊന്നോളൂ, പക്ഷേ എൻ്റെ കുട്ടിയെ നിങ്ങൾ തൊട്ടു പോകരുത്, അതെനിക്ക് ഇഷ്ടമല്ല. ആരുടെ കുട്ടിയടാ? ആരെ കുട്ടി? പറയുന്ന കേട്ടില്ലേ ധിക്കാരി, അവൻ്റെ കുട്ടിയെന്ന്. നാണമില്ലല്ലോ ഇങ്ങനെയൊക്കെ പറയാം, അതും പ്രമുഖനായ ഒരു അറബിയുടെ മകളെ കൊണ്ട്, ഒരു വെറും ജോലിക്കാരനായ മലയാളി യുവാവ്. അയ്യേ, ഒന്ന് ആലോചിച്ചാൽ പോലും അറപ്പ് തോന്നുന്ന കാര്യം. നല്ലൊരു കുടുംബത്തിൽ പിറന്ന അറബി പെണ്ണ് ഒരു പീറ മലയാളി ചെക്കനുമായിട്ട് ഇഷ്ടത്തിൽ, എന്നിട്ട് അവന് വേണ്ടി എൻ്റെ കുട്ടി വാദിക്കുക. അറബി പൊതിരെ അവനെ തല്ലുകയാണ്. രണ്ടാമത്തെ പ്രാവശ്യവും താൻ വടി കൊടുത്ത് അടി വാങ്ങിയ പോലെ തന്നെയാണ് എന്നെ വിളിച്ചു വരുത്തിയതായിരുന്നു. എന്നാൽ അജ്മൽ പറഞ്ഞു, അർബാ, നിങ്ങൾ എന്നെ വിളിച്ചു വരുത്തി അപമാനിക്കുകയാണല്ലേ, വായ പൂട്ടടാ എന്ന് പറഞ്ഞ് വായ നോക്കിയും അടിക്കുകയാണ്. എന്നെ നിങ്ങൾ വിളിച്ചു വരുത്തി അപമാനിച്ചു, മകളുടെ ചികിത്സക്കെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു വരുത്തി. ഞാൻ പോയതല്ലായിരുന്നോ? നിങ്ങൾ പഠിച്ചവനെല്ലാം കാണുന്നുണ്ട് കേട്ടോ. പഠിച്ചവനങ്ങോട്ട് കാണട്ടെ. അതേ, നീ എന്താപ്പോ അവൾ കല്യാണം മുടക്കാൻ നടക്കല്ലേ? അവളുടെ കല്യാണം എങ്ങാനും അതുകൊണ്ട് മുടങ്ങട്ടെ. അർബ, ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, നിങ്ങളുടെ മകളെ നിങ്ങൾ ഒന്നും ചെയ്യരുത്, ആ കിളവന് വിവാഹം കഴിച്ചു കൊടുക്കരുത്. എന്നാൽ ഷക്കീല ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അജ്മൽ, നിനക്ക് എന്തിൻ്റെ കേടാ? ഞാൻ ഈ കിളവനെ കല്യാണം കഴിച്ചെങ്കിൽ
അവൾക്കും ഒരു കിളവൻ മതി, അല്ലാതെ നിന്നെ പോലുള്ള ഒരു യുവാവ് അവൾക്ക് വേണ്ട. അത് ഞാൻ സമ്മതിക്കില്ല. അജ്മലിൻ്റെ മുഖത്ത് നോക്കി അറബിച്ചി അത് പറഞ്ഞു. അറബിച്ചി കൈയൊഴിക്കൊണ്ട് നേരെ അജ്മലിൻ്റെ അടുത്തേക്ക്. അജ്മൽ അനങ്ങാ നിന്നു. അടിച്ചോളൂ, രണ്ടുപേരും അടിച്ചു കൊന്നോളൂ, എനിക്ക് പ്രശ്നമില്ല. രണ്ടുപേരും എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. പക്ഷേ എൻ്റെ ഹംദ, അവളെ നിങ്ങൾ കഷ്ടപ്പെടുത്തരുത്. എൻ്റെ അപേക്ഷയാണ്. ഞാൻ മരിച്ചാലും വേണ്ടില്ല, കുഴപ്പമില്ല. പക്ഷേ അവളെ നിങ്ങൾ കഷ്ടപ്പെടുത്തരുത്. അവളെ മരിച്ചു പോയ മാതാവ് അത് പൊറുക്കൂല നിങ്ങളോട് രണ്ടുപേരോടും. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളി എന്നെ. അജ്മൽ പൊട്ടി പൊട്ടി കരഞ്ഞു. അവൻ്റെ കണ്ണുനീർ കവിളിലൂടെ അതാ ചാലിട്ടൊഴുകി. പെട്ടെന്നതാ വാതിൽ തുറന്നും കൊണ്ട് ഹംദ പുറത്തേക്ക് വരുന്നു. ബാബാ, നിങ്ങൾ എന്തേ ചെയ്യുന്നത്? അജ്മൽ എന്ന് പറഞ്ഞ് അവൾ അജ്മലിൻ്റെ നേരെ പാഞ്ഞെടുത്തു. അവനെ കെട്ടിപ്പിടിച്ചു നിന്നു. കണ്ടില്ലേ ധിക്കാരി പെണ്ണ് കാണിക്കുന്നത്? നിങ്ങളത് കാണുന്നില്ലേ? പിടിച്ച് മാറ്റ് അവളെ, ഷക്കീല ആക്രോശിച്ചു. അതിനനുസരിച്ച് അറബിച്ചിയും കൂടി അവളെ, ഇങ്ങോട്ട് മാറി നിൽക്കടി, ഇത്രയ്ക്കും വലിയ തെറ്റുകളാണ് അവിടെ ചെയ്യുന്നതല്ലേ, ഇപ്പം മനസ്സിലായി. മാറിക്കേ അർബ, വേഗം വിളിക്ക് പോലീസിനെ വിളിച്ച് കൊണ്ടുപോകുക. അല്ലാതെ ഒരിക്കൽ പോലും അവൻ ഇവിടെ വിട്ട് പോവില്ല. വേഗം വിളിക്ക് പോലീസിനെ. കണ്ടില്ലേ, മാറി നിൽക്കടി. ബാബാ, തൊട്ടു പോകരുത്, അജ്മലിനെ തൊട്ടു പോകരുത്. തൊട്ടുപോയാൽ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. അവൾ അതാ കരഞ്ഞുകൊണ്ട് അപേക്ഷിക്കുകയാണ്. ബാബാ, അങ്ങോട്ട് മാറടി എന്ന് പറഞ്ഞുകൊണ്ട് അതാ ഹംദിയെ പിടിച്ച് വലിച്ച് ആ വരാന്തയിലേക്ക് തള്ളുന്നു. എന്നാൽ അപ്പോഴേക്കും അവൾ അവിടെ കമിഴ്ന്നടിച്ച് വീഴുകയായിരുന്നു. അജ്മൽ ഓടിക്കൊണ്ട് അതാ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഹംദ, എന്നാൽ ശക്തമായ ഒരു പ്രഹരമായിരുന്നു തൻ്റെ തലക്കേറ്റത്. അജ്മൽ ബോധരഹിതനായി വീഴുകയായിരുന്നു. അതെ, ഷക്കീല ഒരു ഇരുമ്പ് തണ്ട് കൊണ്ട് അവൻ്റെ തലക്ക് പിന്നിലൂടെ അടിക്കുകയായിരുന്നു. എനിക്ക് കിട്ടാത്ത സുഖം അത് അവൾക്കും കിട്ടരുത് അവനിൽ നിന്ന് എന്ന് കരുതിയിട്ട് ആ അടി അവൻ്റെ മർമ്മത്തിലായിരുന്നു കൊണ്ടത്. ഹംദ എന്ന് പറഞ്ഞ് അവരവിടെ വീഴുകയായിരുന്നു. പെട്ടെന്ന് അറബി, ഷക്കീല, നീ എന്ത് ചെയ്തത്? അജ്മലിനെ നീ കൊന്നോ? ശ്വാസമുണ്ടോ? എന്ത് ചെയ്യണം ഇനി ഇവനെ? എന്നാൽ ഹംദ അതെല്ലാം കണ്ടുകൊണ്ട് പൊട്ടിക്കരയുകയായിരുന്നു. നിങ്ങൾ എന്തിനാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് അവൾ നേരെ അതാ അജ്മലിൻ്റെ അടുക്കലേക്ക് വന്ന് അവളുടെ ശരീരത്തിലേക്ക് വീഴുകയായിരുന്നു. അജ്മൽ, ഒന്ന് എണീക്ക്. അജ്മൽ, നിങ്ങൾ കൊന്നോ എൻ്റെ അജ്മലിനെ? ഷക്കീല അത്രക്കും വലിയൊരു ക്ഷതമേൽക്കുന്നതും വിചാരിച്ചില്ല. അതാ അജ്മൽ കണ്ണു തുറക്കുന്നില്ല. ഹംദ പൊട്ടിക്കരഞ്ഞു. ശരിക്കും അറബിച്ചിയും എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ അന്താളിച്ച് നിൽക്കുകയായിരുന്നു. എന്നാൽ അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു, നിങ്ങളാണ് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചത്, ഞാൻ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കും എന്നുള്ള രീതിയിൽ ഉറക്കെ. അറബിച്ചിയും എന്ത് ചെയ്യണമെന്നറിയാതെ അതാ അജ്മൽ അവിടെ തളർന്നു കിടക്കുകയാണ്. ശ്വാസമുണ്ടോ നോക്കി. ഷക്കീല, നീ എന്തിനാണ് ഇത് ചെയ്തത്? ഷക്കീലയെ അറബി പൊതിരെ തല്ലുകയാണ്. ദേ മനുഷ്യ, ഇവിടെ കിടന്ന് ജീവൻ പോയാൽ പേര് നമ്മളെ പേരിലാകും. വേഗം വണ്ടിയിലിട്ട് കൊണ്ടുപോയിക്കോളി, എവിടേക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടോളി, വഴിയിൽ വെച്ച് കണ്ടതാണെന്ന് പറഞ്ഞാൽ മതി. അറബിച്ചിയുടെ ആ ഒരു കളവുകൾ ഹംദ കേട്ട് പൊട്ടിക്കരഞ്ഞു. എന്തിനാണ് നിങ്ങൾ ആ പാവത്തിൽ ഇങ്ങനെ തല്ലിക്കൊല്ലുന്നത്? എന്ത് തെറ്റ് ചെയ്തിട്ടാ? അവൾ കരഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ അതാ അറബി അജ്മലിനെ വലിച്ചു വെച്ചുകൊണ്ട് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വഴിയിൽ വെച്ച് കിട്ടിയതാണെന്ന് പറഞ്ഞാൽ മതി, അല്ലാതെ ഇവിടെ. അജ്മലിനെയും കൊണ്ട് അറബി അതാ ഹോസ്പിറ്റലിലേക്ക്. ഹംദ പൊട്ടി പൊട്ടി കരയുമ്പോൾ അതാ അപ്പോഴും ആ ദുഷ്ടയായ സ്ത്രീ പറയുകയാണ്, ഹംദ, നീ വിചാരിച്ചു നിങ്ങൾക്ക് രണ്ടുപേർക്കും സുഖമായി അങ്ങ് ജീവിക്കാനല്ലേ? ഒരു പക്ഷെ അവൻ ജീവൻ പോയിട്ട് ഇനി തിരിച്ചു വരില്ല. അങ്ങനെ ഒരു ആഗ്രഹം നിൻ്റെ മനസ്സിലുണ്ടെങ്കിലേ അതങ്ങ് മാറ്റി വെച്ചേക്ക്. പിന്നെ നിനക്കുള്ള ഭർത്താവ് അവിടെയുണ്ട്, അവൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്, മനസ്സിലായല്ലോ? അപ്പോഴും തൻ്റെ രണ്ടാനമ്മയുടെ ആ ഒരു പീഡനത്തിൻ്റെ വാക്കുകളായിരുന്നു അവൾ സഹിച്ചു കൊണ്ടിരുന്നത്. അജ്മലിൻ്റെ സ്ഥിതി എന്തായിത്തീരും? അവന് വല്ലതും സംഭവിക്കുമോ? ജീവിതത്തിലേക്ക് അവൻ തിരിച്ചു വരുമോ? അതോ എന്നേക്കുമായി
അവൻ മൺമറഞ്ഞു പോകുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. ഒരുപക്ഷെ ഹംദക്ക് ഏറ്റവും കൂടുതൽ വലിയ അസുഖം വരുവാനും ഇതൊരു കാരണമായി തീരും. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.